ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുമലയ്ക്കും പേയാടിനും തച്ചോട്ടാവിനൊക്കെ അടുത്ത ലൊക്കേഷനിലാണ് ഉള്ളത്. ഇവിടെ 6 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും കൂടാതെ 3 കാർ പാർക്കിങ്ങും അതുകൂടാതെ ലക്ഷറിയും പ്രൈവസിയും ട്രഡീഷണലും മോഡേൺ ഡിസൈനൊക്കെ ഒത്തുചേർന്നിരിക്കുന്ന ഒരു നടുമുറ്റവും ഊഞ്ഞാലേക്കുള്ള ഒരു സുന്ദര സ്വപ്ന ഭവനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 1,25,00,000 രൂപയാണ്. പ്രൈസ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം എന്നുള്ളത് വെറും 200 മീറ്റർ മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ആയിട്ടൊരു വിക്കറ്റ് ഗേറ്റും ഇങ്ങോട്ടേക്ക് ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2 ഭാഗത്തായിട്ടും 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ട്രഡീഷണൽ രീതിയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് വീടിൻ്റെ ഒരു ഫ്രണ്ടൊരു ഭംഗി വിളിച്ചോന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഇവിടെ ഫുള്ളായിട്ട് പ്ലാന്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ബാമ്പു പ്ലാന്റ്സ് കാണാം. ഇവിടെ ആയിട്ട് കലാത്തിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാങ്കറും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം GI ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് കാണാം. മുറ്റം മൊത്തത്തിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ടും ഫ്രണ്ടിലായിട്ടും പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാം നാച്ചുറൽ സ്റ്റോണാണ്. അവിടെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ കണ്ട ഒരു വ്യത്യസ്തമായ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് ഒരു ആർച്ച് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ഡബിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഇവിടെ ആയിട്ട് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പം ഫുള്ളി തടിയിലാണ് സോപാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കാണുന്ന ടൈൽ ക്ലാഡിംഗ് അല്ല, ഇതെല്ലാം തടിയാണ്. തടിയുടെ പാനലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് അതുപോലെ തന്നെയാണ് ഫുള്ളി വുഡ് കൊടുത്തുള്ള പാനലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലാണെങ്കിലും ജിപ്സം ബോർഡല്ല, അതെല്ലാം തടിയിലാണ്, വുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൽ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ വീടിൻ്റെ ഫ്രണ്ട് വാതിലേക്ക് വരാൻ ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ആനയുടെ ഒരു ആർട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തടിയിൽ കൊത്തുപണി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമുക്ക് ഇവിടുത്തെ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്ക് വരാം. ഫോമൽ ലിവിംഗ് ഏരിയ നോക്കുവാണെങ്കിൽ 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈല യൂസ് ചെയ്തിരിക്കുന്ന ബോക്സ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ തടിയുടെ തന്നെയാണ്, അതായത് ജിപ്സം സീലിംഗ് അല്ല, തടിയുടെ തന്നെയാണ്. വയലറ്റ് വുഡും പ്ലാവും ചേർത്താണ് അവിടുത്തെ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭിത്തി മുഴുവനായിട്ടും തടിയുടെ പാനലാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ടൈൽ ക്ലാഡിംഗ് അല്ല. ഇവിടെ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യുന്ന ലെഗ്രഡ് എന്ന ബ്രാൻഡാണ്. ഇനി നമുക്ക് DB നോക്കാം. DBയിലേക്ക് വരുവാണെങ്കിൽ ഫുള്ളി യൂസ് ചെയ്യുന്ന V-ഗാർഡ് എന്ന ബ്രാൻഡാണ്. ഇവിടെ TV കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലാണ്. ഫാമിലി ലിവിംഗ് ഏരിയ ഈ ഒരു സെൻട്രൽ കോർട്ട്യാർഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവിടെയായിട്ട് TV കൊണ്ട് കൊടുക്കാനുള്ള വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ടും TV വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നമുക്ക് ഈ ഫോമൽ ലിവിംഗ് ഏരിയയിൽ TV കൊണ്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഈ ഒരു നടുമുറ്റത്തേക്ക് വരാം. അല്ലെങ്കിൽ ഒരു സെൻട്രൽ കോർട്ട്യാർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നർ കോർട്ട്യാർഡ് എന്ന് പറയാം. ഇവിടെ ആയിട്ടൊരു ഊഞ്ഞാലയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഊഞ്ഞാലിലൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ 2 ഭാഗത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു ഫോമൽ ലിവിംഗ് ഏരിയയിൽ നമുക്ക് ഇതുപോലെ ഇരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന നടുമുറ്റത്ത് നിന്ന് ഇരിക്കാം. അങ്ങനെ 2 ഭാഗത്തു നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഊഞ്ഞാല കൊടുത്തിരിക്കുന്നത്. ഒരു മോഡേൺ വീട്ടിൽ ഒരു 4 കെട്ട് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വീടൊക്കെ വളരെ അപൂർവമാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ്. ഇതൊരു ഫാമിലി ഗ്യാതറിംഗ് സ്പേസ് ആണ്. ഇതിനെ നമുക്ക് സെൻട്രൽ കോർട്ട്യാർഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇന്നർ കോർട്ട്യാർഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 4 കെട്ട്, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നടുമുറ്റം എന്ന് പറയാം. ഇവിടെ നമുക്ക് 4 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലയെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാൻ മാത്രമല്ല, ഒരാൾക്ക് കിടക്കണമെങ്കിൽ സുഖമായിട്ട് കിടക്കാൻ സ്പേസ് ഉണ്ട്. എന്നെ പോലെ ആൾക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം. അവിടെ അത്രയും വലിയ നീളമുള്ളൊരു സ്വിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് സുഖമായിട്ട് എത്ര പേർക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റിയ സ്പേസ് ഉള്ളതാണ്. ഇവിടെയും നമുക്കിനി ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പെബിൾസൊക്കെ ഇട്ട് മനോഹരമാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു 4 കെട്ട് കൊണ്ട് തീർന്നില്ല. ഈ 4 തൂണുകളല്ലാതെ മുകളിലേക്ക് നോക്കാം. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളി നമ്മൾ ആ ട്രഡീഷണൽ രീതി തന്നെ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. 4 പർഗോള കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. അത് മനോഹരമാക്കി ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം പ്ലാവാണ്. ഈ കാണുന്ന പാനലെല്ലാം പ്ലാവാണ്. ഇതൊന്നും ടൈലല്ല, ഫുള്ളി പ്ലാവാണ്. ഇനി നമുക്ക് നേരെ ഈ സെൻട്രൽ കോർട്ട്യാർഡിൽ നിന്നും TV കൊണ്ട് ഏറ്റിലേക്ക് വരാം. ഇവിടെയാണ് TV കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തടിയുടെ പാനലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി തടിയാണ്, വേറെ ടൈൽ ക്ലാഡിംഗ് ഒന്നുമില്ല. അടിയിലായിട്ട് ഫുൾ സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ടൊരു ഹാങ് ലൈറ്റും കൊടുത്ത് അവിടെയും തടിയുടെ, അതായത് ഫുൾ വുഡ് വർക്കിലുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് പെബിൾസൊക്കെ വിരിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ മിററും കൊടുത്തിട്ടുണ്ട്. അവിടെ പാനൽ ഇരിക്കുന്ന തടി തന്നെയാണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ വാഷ് ബേസിൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ഏരിയ ഡൈനിങ് സ്പേസ് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഡൈനിങ് ഏരിയ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളി CNC കട്ടിങ് കൊടുത്തിരിക്കുകയാണ്. അവിടെയും തടിയുടെ പാനലിന് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ
ഇതിൻ്റെ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വിട്ടു, കാരണം ഇവിടെ നോക്കിയാലും ആർട്ട് വർക്കും അതുപോലെ വുഡൻ വർക്കും മാത്രമാണ്. മുകളിലായിട്ട് ഇതുപോലെ തന്നെയാണ് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെയും വുഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്, സീലിങ്ങിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഡൈനിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് സെർവ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സർവിങ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു നല്ല സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ്. ഫുള്ളി ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്, അപ്പർ ക്യാബിനറ്റ് എല്ലാം കൊടുത്തിരിക്കുകയാണ്. ഒരു നമുക്ക് കാണാത്ത രീതിയിൽ ഒരു പ്രൊഫൈൽ ചാനൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൈഡിലായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുള്ള സോസറി ഉണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്, പ്ലേറ്റ്സ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. ഇവിടെ എല്ലാം അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു വലിയൊരു ടോളി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ആ ടോളി യൂണിറ്റ് പുള്ളി യൂണിറ്റാണ്. നമ്മൾ പല വീട്ടിലും കണ്ടിട്ടുണ്ട്, ഫുള്ളി വലിയ ടോളി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇളക്കി എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ അപ്പർ ക്യാബിനറ്റിലെ കാഴ്ചകളിലേക്ക് വരാം. ഫുള്ളി അപ്പർ ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്. എല്ലാം സ്റ്റോറേജ് ഉണ്ട്. ഫുള്ളി അപ്പർ ക്യാബിനറ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 10ഓളം ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റിയ രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഇവിടെ ആയിട്ട് ഫുഡ് ആൻഡ് ഹോബി ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മൾട്ടി പർപ്പസ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലിക്വിഡ് യൂസ് ചെയ്യാനും ഗ്ലാസ് വാഷറും പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. കിച്ചൺ കൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് പുറകിലായിട്ടാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കാണ് വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഷീറ്റ് ചെയ്ത് തരണമെങ്കിൽ മുകളിലായിട്ട് ഷീറ്റ് ചെയ്ത് തരുന്നതാണ്. അവ സ്മെല്ലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പുറകിലും അത്യാവശ്യം സ്പേസും ഉണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ കഥകളെല്ലാം നല്ല കൊത്തുപണി കൊടുത്തിരിക്കുകയാണ്. അവിടെ നമ്മൾ നേരെ ഒരു സ്യൂട്ട് റൂം പോലെ തോന്നിക്കുന്ന ഒരു ലക്ഷറി റൂമിലേക്കാണ്. ഇവിടെ മുകളിലായിട്ടും തടിയുടെ വർക്ക് ചെയ്തിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് അതുപോലെ തന്നെയാണ്, ഫുള്ളി തടിയുടെ വർക്കാണ്. ഫുള്ളി കബോർഡെല്ലാം കാണാം. ഇതെല്ലാം തടി തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അടിയിലായിട്ട് കാണാം. അതുപോലെ ഇവിടെ ഒരു മേക്കപ്പ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ളായിട്ടൊരു മിറർ യൂണിറ്റ്, ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ചാണ് മിറർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതും തടിയുടെ പാനൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ സ്വിച്ച് ബോർഡ് കാണാം. അതുകൂടാതെ തന്നെ AC-യുടെ പ്ലഗ് പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ ഒരു ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് തന്നെ ഇതിനകത്തും USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തി മുഴുവനായിട്ടും തടിയുടെ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ളി സെറയുടെ ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. ഇവിടെ ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്, ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 റൂമെല്ലാം വരുന്ന മുകളിലാണ്. അപ്പം നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. ഇനി അപ്സ്റ്റെയറിലേക്ക് നോക്കുവാണെങ്കിൽ ത്രെഡും റൈസറും എല്ലാം തടിയുടെ പാനലാണ് ചെയ്തിരിക്കുന്നത്. അതോടെ ഫുള്ളി ക്ലിയർ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ആവട്ടെ, സ്റ്റെപ്പ് ആവട്ടെ, മുഴുവനും തടി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ്. ഇപ്പോൾ ഈ ഒരു ഹാൻഡ് റെയിൽസിൻ്റെ ഭാഗത്തെല്ലാം CNC കട്ടിങ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് അതുപോലെ തന്നെയാണ് CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ താഴെ കണ്ട നടുമുറ്റം അല്ലെങ്കിൽ ഫാമിലി ഗ്യാതറിംഗ് സ്പേസ്, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഏരിയയാണിത്. ഇവിടെയായിട്ട് നമുക്ക് ഇവിടെ ചാരി വിശാലമായിട്ടിരുന്ന് TV കാണാൻ പറ്റുന്നതാണ്. ഇവിടെയും ഒരു TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാനൽ നോക്കുകയാണെങ്കിൽ ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്ന തടി തന്നെയാണ്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഫുള്ളി ആ ഒരു തടിയുടെ പാനൽ കൊടുത്തിട്ടാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 5 പർഗോളയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റാകുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 15 പേർക്കുള്ള സിറ്റിംഗ് സ്പേസ് എന്ന് പറയാം. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ ഒരു അപ്പർ ലോഞ്ച് റൗണ്ട് ചെയ്ത് കിടക്കുകയാണ്. അവിടെ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. ഈ ഒരു റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ താഴെ കണ്ട റൂമിൻ്റെ കുറച്ചും കൂടെ ഒരു വലിയ റൂം എന്ന് പറയാം. അതിനേക്കാൾ വലിയ റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെയും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് ഫുള്ളി അലമാര കൊടുത്തിരിക്കുന്നത്, വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കേണ്ട ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്താണ് മിറർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷ്റൂം വരുന്നത്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 3ാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ 3ാമത്തെ റൂം. ഈ ഒരു റൂം നോക്കുകയാണെങ്കിലും നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു വുഡ് വർക്ക് ചെയ്തുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി വാർഡ്രോബ് കൊടുത്തിരിക്കുക, വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുക. ഇവിടെ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം. വാഷ്റൂമിന് അങ്ങോട്ടേക്ക് ഇവിടെ ഒരു ഗ്ലാസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ വാഷ്റൂമിലേക്ക് വരുന്നത്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന സെറ തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇവിടെയും മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂം അവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വലിയ വാർഡ്രോബ് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ
വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി വാഷ്റൂമിൻ്റെ ഡോറൊക്കെ നോക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലും വാഷ്റൂം ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ തന്നെയാണ്. ഇനി നമുക്ക് ഒരു ബാൽക്കണിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് വരാം. നേരെ വരുന്ന വലിയൊരു ബാൽക്കണിയിലേക്കാണ്. ഇവിടെ ഫുള്ളായിട്ട് സിറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്, തേക്കിലൊക്കെ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് അതുപോലെ തന്നെയാണ്. ഇവിടെയായിട്ട് ഫുള്ളി പാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ടും തടിയുടെ തന്നെയാണ് ഒരു സീലിംഗ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. പിന്നെ ഈ വീടിൻ്റെ വർക്ക് തുടങ്ങിയപ്പോൾ എനിക്കറിയാം ഒരുപാട് സമയം എടുത്ത് ചെയ്ത വീടാണ്. അതായത് 1 വർഷത്തോളം എടുത്ത് നിർമ്മിച്ച വീടാണിത്. അത്രയും ക്വാളിറ്റിയായിട്ട് ചെയ്തേക്കുന്നത്. അല്ല ഒരു സെയിലിന് വേണ്ട ഒരു വീടിനെ പറ്റി എനിക്ക് അത്രയും പുകഴ്ത്തപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കണ്ട ആളാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 1,25,00,000 രൂപയാണ്. പക്ഷേ പ്രൈസ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ബിൽഡറെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷത്തിൽ 1-2 വീടുകൾ മാത്രം വെച്ച് വിൽക്കുന്നൊരു ബിൽഡറാണ്. ഒരു ക്വാളിറ്റി ബിൽഡറാണ്. അതിന് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ വീട് ബിൽഡേഴ്സ് എന്ന പേരിൽ നിന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ കാണുവാണെങ്കിൽ അതൊന്നും ഈ വീടിൻ്റെ ബിൽഡറല്ല, അതൊക്കെ ഏജൻസ് മാത്രമാണ് എന്നോട് എടുത്ത് പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം.